കുടിച്ചു തീർത്ത വീഞ്ഞിന്റെ കണക്കോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ മോശം തോന്നാറുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് മുന്തിരിത്തോട്ടങ്ങളിലെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കുറിച്ചാണ്, അവരുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും കുറിച്ചാണ്. ഞാൻ വീഞ്ഞ് ഉപേക്ഷിച്ചാൽ ഇല്ലാതാകുന്നത് അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണല്ലോ. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, സമൂഹ മാധ്യമങ്ങളിൽ ഓടുന്ന പ്രചോദന വാക്യങ്ങളാണ്. ആഗോളതലത്തിൽ വൈൻ കച്ചവട കണക്ക് അല്പം പരുങ്ങലിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ വൈൻ ഉപയോഗം കുത്തനെ കുറയുന്നുവെന്നാണ് കണക്കുകൾ. വെറും കുറവല്ല, 1961 ശേഷം ഈ മേഖല നേരിടുന്ന ഏറ്റവും വലിയ ഇടിവ്. അതായത് 60 വർഷത്തിനിടെ വൈൻ ഉപയോഗം ഇത്രയും കുറഞ്ഞ കാലയളവ് മുൻപുണ്ടായിട്ടില്ലത്രേ. വൈൻ ഉൽപാദകരുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ദ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് വൈൻ ആൻഡ് വൈൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം ആഗോളതലത്തിലെ വൈൻ കൺസപ്ഷൻ 214.2 മില്യൺ ഹെക്ടോ ലിറ്ററിലേക്ക് കൂപ്പുകുത്തി. 2024 കണക്കാണിത്. 2023 അപേക്ഷിച്ച് നോക്കിയാൽ 3.3% കുറവ്. ഒരു വർഷം ഇത്രയും കുറവ് രേഖപ്പെടുത്തുന്നത് ചരിത്രത്തിൽ ആദ്യവും. 2019 മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ വർഷാവർഷം ഘട്ടം ഘട്ടമായി 12% കുറഞ്ഞു വൈൻ ഉപയോഗം. ആഗോളതലത്തിൽ വൈൻ ഉപയോഗത്തിൽ മുന്നിൽ അമേരിക്ക തന്നെയാണ്. പക്ഷേ അവിടെയും കണക്കുകൾ നിരാശപ്പെടുത്തുന്നതാണ്. 2024 മാത്രം അമേരിക്കയിൽ വൈൻ കച്ചവടം 5.8% കുറഞ്ഞു. 33.3 മില്യൺ ഹെക്ടോ ലിറ്റർ വൈനാണ് കഴിഞ്ഞ വർഷം അമേരിക്കയിൽ വിറ്റത്. ആഗോളതലത്തിൽ വൈൻ കച്ചവടത്തിന്റെ വിപണിയിൽ പകുതിയും യൂറോപ്പാണ്. യൂറോപ്പിലും വൈൻ നിരാശപ്പെടുത്തുകയാണ്. 2.8% കുറവാണ് വൈൻ കച്ചവടം. വീഞ്ഞ് പ്രേമികൾ ഏറെയുള്ള ഫ്രാൻസിലും സമാനമാണ് സാഹചര്യം. ഇവിടെ വൈൻ വീണത് 3.6%. സ്പെയിനും പോർച്ചുഗലുമാണ് പ്രതീക്ഷ. വൈൻ വിപണിയിൽ നേരിയ ഉണർവ്. എല്ലായിടത്തും കുറയുമ്പോൾ ഇവിടെ നേരിയ വർധനവുണ്ട് വൈൻ വിപണിയിൽ. ഉപയോഗത്തിൽ മാത്രമല്ല, വൈൻ ഉൽപാദനവും പ്രതിവർഷം കുറയുന്നുവെന്നാണ് നിലവിലെ കണക്കുകൾ. 2024 ആഗോളതലത്തിൽ വൈൻ ഉൽപാദനം 225.8 മില്യൺ ഹെക്ടോ ലിറ്റേഴ്സ്. ഉൽപാദനത്തിൽ 60 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ കണക്ക്. മുൻവർഷത്തെ അപേക്ഷിച്ച് 4.8% ഇടിവ്. വിശാലമായ മുന്തിരിപ്പാടങ്ങളുള്ള രാജ്യങ്ങളിലെല്ലാം കാലം തെറ്റി പെയ്യുന്ന മഴയും കടുത്ത വരൾച്ചയുമാണ്. ഇതാണ് ഉൽപാദനം ഇടിയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ഫ്രാൻസ് ആണ് വൈൻ ഉൽപാദനത്തിലും മുൻനിരയിലുമുള്ള രാജ്യം. അവിടെ ഉൽപാദനത്തിൽ 23% വീണത്. കഴിഞ്ഞ വർഷത്തെ ഉൽപാദനം 36.1 മില്യൺ ഹെക്ടോ ലിറ്റേഴ്സ്. 1957 ശേഷം ഇത്രയും കുറവ് ആദ്യമാണ്. അമേരിക്കയിലും ഇതുപോലെയൊക്കെ തന്നെയാണ് അവസ്ഥ. ഉൽപാദനത്തിൽ 17.2% കുറവ്. കഴിഞ്ഞ വർഷത്തെ ഉൽപാദനം 21.1 മില്യൺ ഹെക്ടോ ലിറ്റേഴ്സ്. ഇറ്റലിയിലാണ് വീഞ്ഞിന്റെ കാര്യത്തിൽ അല്പം മധുരം. 44 മില്യൺ ഹെക്ടോ ലിറ്റർ വൈൻ 2024 ഉണ്ടാക്കി. വൈനിലെ മിന്നും താരം ഇറ്റലിയുടെ പ്രൊസെക്കോയ്ക്ക് ഇപ്പോഴും വൻ ഡിമാൻഡാണ്. 7.1 മില്യൺ ഹെക്ടേഴ്സിലുണ്ടായിരുന്ന വൈൻയാർഡ് ഇപ്പോൾ 0.6% കുറഞ്ഞു. വൈൻ ഉൽപാദനത്തിൽ മുന്നിലുള്ള ലോകത്തിലെ ആദ്യ 7 രാജ്യങ്ങളിൽ വൈൻയാർഡ് വ്യാപിപ്പിച്ചത് ഇറ്റലി മാത്രം. കാലാവസ്ഥാ വെല്ലുവിളികൾക്ക് പുറമെ ഉൽപാദന ചെലവ് കൂടുന്നതും പ്രതിസന്ധിയെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നു. വൈനിനോട് താൽപര്യം കുറയുന്നതും മറ്റ് ലഹരികൾ ജനപ്രീതി നേടുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. അങ്ങനെ തിരക്കേറിയ ജീവിതത്തിനിടെ അല്പം സമാധാനം നൽകുന്ന വൈനിന്റെ അവസ്ഥ ആഗോളതലത്തിൽ ഇങ്ങനെയാണ്. പഴകുന്തോറും വീര്യം കൂടുമെന്നാണ് പഴമൊഴിയെങ്കിലും പരുങ്ങലിലാണ് വീഞ്ഞിന്റെ ഉൽപാദനവും ഉപയോഗവും. നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണെങ്കിലും നമ്മളെ സാന്ത്വനിപ്പിക്കുകയാണ് പാവം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന മുന്നറിയിപ്പോടെ മറ്റൊരു വാർത്ത കാണാം.